സെക്രട്ടറിയായി രത്തൻ കേൽക്കറെ നിയമിച്ചതിൽ വിമർശനവുമായി പി രാജീവ്. കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ആളെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയതിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബംഗാളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ആളെ ചീഫ് സെക്രട്ടറി ആക്കിയതിനെ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോഴാണ് കേരളത്തിൽ നിയമനമെന്നും പി രാജീവ് പറഞ്ഞു. ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോഴാണ് കേരളത്തിൽ നിയമനം നടക്കുന്നതെന്നും ഇത് വളരെ ഗൌരവമേറിയ പ്രശ്നമാണെന്നും പി രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. കൂളിംഗ് പീരീഡ് പോലും പാലിക്കാതെയാണ് രത്തൻ കേൽക്കർ IASന്റെ നിയമനം. കൊള്ള നടത്തിയതിന്റെ പ്രതിഫലം എന്ന് ബംഗാളിൽ ആരോപിക്കുന്ന കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തണമെന്നും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം രാഹുൽ ഗാന്ധി എന്നിവർ നിലപാട് വ്യക്തമാക്കണമെന്നും പി രാജീവ് ആവശ്യപ്പെട്ടു. രത്തൻ കേൽക്കർ സെക്രട്ടറിയാക്കിയതിൽ ആരോപണവുമായി സമൂഹ മാധ്യമങ്ങളിൽ ഇടത് അനുകൂലികളും രംഗത്തെത്തിയിട്ടുണ്ട്. UDFനെ ജയിപ്പിച്ചതിലുള്ള ഉപകാര സ്മരണയെന്നാണ് ആരോപണം. BJPയുമായുള്ള പുതിയ ഡീലെന്നും ആരോപണമുണ്ട്. തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചയാൾ സെക്രട്ടറിയായത് നിഷ്കളങ്കമായ കാര്യമല്ലെന്നും സതീശൻ കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന ചോദ്യത്തിന് എല്ലാം കൂട്ടി വായിച്ചാൽ കൃത്യമായി ഉത്തരം കിട്ടും തുടങ്ങിയ വാചകങ്ങളാണ് ഈ പോസ്റ്റുകളിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJPയുടെ സീൽ വന്നതും പോസ്റ്റുകളിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് കോൺഗ്രസ്.